ഹലോ ഹായ് ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പതിവ് പോലെ നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. കാനൺ കമ്പനിയിൽ നിന്നും പുതിയൊരു ക്യാമറ റിലീസ് ആവുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മോഡലിൻ്റെ പേരാണ് EOS R3. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഫിലിം ക്യാമറയിൽ കാനൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കാണ് എഫ് എന്നുള്ള ഒരു വാക്കല്ല, ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു അടയാളമാണ് എഫ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫിലിം വേർഷനിൽ F1 ആയിരുന്നു. 1971 തോന്നുന്നു ആ ക്യാമറ ഇറങ്ങിയത്. അതായിരുന്നു ടോപ്പ് ലെവലുള്ള ഫിലിം ക്യാമറ, കാനൻ്റെ F1. അത് പിന്നീട് ഡിജിറ്റൽ ആയപ്പോൾ നിങ്ങൾക്കറിയാം EOS 5D, 6D, 7D, 500D അങ്ങനെ പറഞ്ഞ് D എന്ന ഒരു അക്ഷരം ഉപയോഗിച്ചിട്ട് കാനൺ ക്യാമറകൾ ഇറക്കി തുടങ്ങിയ D എന്നതിൻ്റെ ഫുൾ ഫോം ഡിജിറ്റൽ എന്നായിരുന്നു. അത് രണ്ടാം തലമുറയാണെങ്കിൽ ഇപ്പോൾ മൂന്നാം തലമുറയിലായി വന്നിരിക്കുന്നത് മിറർലെസ് ക്യാമറയാണ്. മിറർലെസ് ക്യാമറകളിൽ കാനൺ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് R എന്നുള്ളത്. അപ്പോൾ അതിന് EOS എന്നുള്ള ഒരു വാക്ക് അതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ EOS R5, R6, അങ്ങനെയുള്ള പേരുകളാണ് കാനൺ കൊടുത്തു വരുന്നത്. കാനൻ്റെ ഒരു നമ്പറിംഗ് സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ 4 ഡിജിറ്റുള്ള ഒരു മോഡൽ നമ്പറാണ് ഉള്ളെങ്കിൽ അത് എക്സ്ട്രീംലി എൻട്രി ലെവൽ ക്യാമറ ആയിരിക്കും. അത് പിന്നെ 3 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറ ആയിരിക്കും. ഇനി 2 ഡിജിറ്റ് ആണെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഒരു ക്യാമറ ആയിരിക്കും. അതുപോലെ 1 ഡിജിറ്റുള്ള ക്യാമറ ആണെങ്കിൽ അത് കാനൻ്റെ ടോപ്പ് ലെവൽ മോഡൽസ് ആയിരിക്കും. ഈ 1 ഡിജിറ്റലിൽ തന്നെ നമ്പറിൻ്റെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ, അതായത് 7, 6, 5, 4, 3 അങ്ങനെ താഴോട്ട് വരുന്തോറും ക്യാമറയുടെ ഏറ്റവും ക്വാളിറ്റിയും അതിൻ്റെ സ്പെസിഫിക്കേഷനും വിലയും ഒക്കെ വളരെയധികം കൂടും. അപ്പോൾ ഇന്നുള്ളതിൽ ഫിലിം ക്യാമറയിൽ F1 ആയിരുന്നു ടോപ്പ് മോഡലെങ്കിൽ ഇന്നുള്ളതിൽ EOS 1D ആണ് ടോപ്പ് മോഡൽ. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ EOS 1DX Mark 3 ആണ് ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്യാമറ. അപ്പോൾ ഇനിയാണ് കളി മാറാൻ പോകുന്നത്. കാരണം ഡിജിറ്റൽ ക്യാമറ SLR എന്നുള്ള കൺസെപ്റ്റിലുള്ള ക്യാമറകൾ നമ്മളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ക്യാമറയാണ്. പക്ഷേ ലോകത്ത് ക്യാമറയുടെ ടെക്നോളജി മാറുകയാണ്. അതൊന്നുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാനണും നിക്കോണും ഒക്കെ ആയിട്ട് മിറർലെസ് ക്യാമറകൾ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കാനൻ്റെ ഞാനിപ്പോൾ നിക്കോണോ സോണിയോ ഒന്നും ഇതിൽ ടച്ച് ചെയ്യുന്നില്ല, കാനൺ മാത്രമാണ് പറയുന്നത്. അപ്പോൾ കാനൻ്റെ മിറർലെസ് ക്യാമറകൾക്ക് R എന്ന ഒരു സീരിയൽ നമ്പറാണ് അവർ കൊടുത്തത്. EOS R5 എന്ന ഒരു ടോപ്പ് എൻഡ് മോഡൽ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഇനി അടുത്തത് വരാൻ പോകുന്നത് R3 ആണ്. EOS R3 മിറർലെസ് ക്യാമറയാണ്. ഈ ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് സ്റ്റാക്ഡ് BSI സെൻസറുകളാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഴയ കാലത്ത് ഫിലിമിന് ശേഷം നമ്മുടെ ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുമ്പോൾ ആദ്യം കണ്ടുപിടിച്ച ഒരു സെൻസറായിരുന്നു CCD സെൻസർ, ചാർജ് കപ്പിൾഡ് ഡിവൈസ് എന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു അനലോഗ് ഡിവൈസ് ആയിരുന്നു. അത് ആണ് ആദ്യകാലത്ത് കണ്ടുപിടിച്ചത്. അതിന് നല്ല ഡൈനാമിക് റേഞ്ച് ഉള്ള പടങ്ങൾ അതിൽ കിട്ടുമായിരുന്നു. പക്ഷേ ബാറ്ററി ലൈഫും പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ CMOS എന്ന ഒരു ടെക്നോളജിയിലേക്ക് പിന്നീട് അത് മാറി. ഒരു കൺവെൻഷണൽ CMOS സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ISO റേഞ്ച്, അതുപോലെ ഡൈനാമിക് റേഞ്ച്, ഈ സംഭവങ്ങളൊക്കെ വളരെ പ്രശ്നങ്ങളായിരുന്നു. പവർ കൺസപ്ഷൻ കുറവായിരുന്നു. പിന്നീട് CMOS സെൻസറിൽ തന്നെ BSI CMOS സെൻസറുകൾ വന്നു. BSI എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ഇലുമിനേറ്റഡ് എന്നാണ് അത് പറയുന്നത്. പക്ഷേ അതിനകത്ത് ലൈറ്റ് കത്തിക്കുന്നൊന്നുമില്ല. അതായത് നിങ്ങളുടെ സെൻസറിലേക്ക് ലൈറ്റ് പതിയുമ്പോൾ അതിൻ്റെ അവിടെ ഒരു മൈക്രോ ലെൻസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് കുറേ കോപ്പറിൻ്റെയും അലുമിനിയത്തിൻ്റെയൊക്കെ കോണ്ടാക്ട്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് സെൻസറിൻ്റെ ഉള്ളിലുള്ള പിക്സലിലേക്ക് വരുന്നത്. അതിൻ്റെയും താഴെയാണ് ഈ പിക്സൽ ശരിക്കും ഫോട്ടോ ഡയോഡുകൾ കിടക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് ഒക്കെ അതിലൂടെയൊക്കെ ലൈറ്റ് പാസ് ചെയ്യും. ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഒരു പ്രോപ്പർ ഒരു നല്ല ടെക്നോളജി ആയിരുന്നില്ല. അതിനുശേഷമാണ് BSI CMOS സെൻസറുകൾ വന്നത്. BSI എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ഇലുമിനേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം അങ്ങനെയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൻസറിൽ ലൈറ്റ് പതിക്കുമ്പോൾ ആ മൈക്രോ ലെൻസുകളുടെ തൊട്ട് താഴെയായിട്ട് ഫോട്ടോ ഡയോഡുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും താഴെയാണ് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് പുതിയ ഈ ടെക്നോളജിയിൽ സ്റ്റാക്ഡ് CMOS സെൻസറുകളാണ്. സ്റ്റാക്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്
ബാക്ക് സൈഡ് ഇലുമിനേറ്റഡ് തന്നെയാണ്, BSI തന്നെയാണ്. എന്നാൽ അതിൻ്റെ കൂടെ BSI എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മുടെ പിക്സലിലേക്ക് ലൈറ്റ് പതിക്കുന്ന, അല്ലെങ്കിൽ ഫോട്ടോ ഡയറ്റിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് ലൈറ്റ് പതിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ഈ സ്റ്റാക്ഡ് എന്ന ഒരു ടെക്നോളജി കൂടി അതിൻ്റെ കൂടെ വരുമ്പോൾ ഈ സെൻസറിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു റാം യൂണിറ്റ്, അതിനായിട്ട് സെൻസറിനായിട്ടൊരു റാം യൂണിറ്റും ഒരു ഇമേജ് പ്രോസസ്സറും സെപ്പറേറ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് മൂന്നും കൂടിയതാണ് സെൻസർ. ഇതുവരെയും സെൻസർ എന്ന് പറഞ്ഞാൽ സെൻസർ എന്നുള്ള ഡാറ്റ നേരെ പ്രോസസ്സറിലേക്ക്, ഒരു കോമൺ പ്രോസസ്സറിലേക്ക് കൊടുത്തിട്ട് ആ പ്രോസസ്സറായിരുന്നു ഇത് പ്രോസസ്സ് ചെയ്ത് ഇമേജ് സേവ് ചെയ്തിരുന്നത്. എന്നാൽ ഇനി വരുന്ന ഈ സ്റ്റാക്ഡ് BSI CMOS സെൻസറുകളിൽ ഇനി വരുന്ന ടെക്നോളജിയിൽ ഇമേജ് പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു യൂണിറ്റ്, അതായത് സെൻസറിൻ്റെ ബാക്കിൽ ഒരു റാം യൂണിറ്റും ഒരു പ്രോസസ്സറും കൂടി അടങ്ങിയതാണ് സ്റ്റാക്ഡ് BSI CMOS സെൻസർ. അപ്പോൾ ഈ ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ വരുന്ന EOS R3യിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ ഇതിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാനൻ്റെ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ഫാസ്റ്റ്, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസിങ് സിസ്റ്റമാണ്. അതുപോലെ EOS R3യിൽ വരുന്നത് RF മൗണ്ടാണ്, അതായത് നിക്കോണിൻ്റെ മിറർലെസ് ക്യാമറകൾക്ക് മാത്രമായിട്ടുള്ള ഒരു മൗണ്ടാണ് RF മൗണ്ട്. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട്, വളരെ ആക്യുറേറ്റ് ആയിട്ട്, ലെൻസിൻ്റെ സൈസ് പോലും ചെറുതായിട്ട് വരുന്ന ഒരു ലെൻസുകളാണ് RF ലെൻസുകൾ. EOS R3യിൽ ഒരു സെക്കൻഡിൽ 30 ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറയുന്നത് ഫോട്ടോസാണ്. ഒരു സെക്കൻഡിൽ 30 ഫോട്ടോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതുവരെ ഉള്ളതിൽ എൻ്റെ അറിവിൽ 16 ഫോട്ടോസാണ് കണ്ടിന്യൂസ് അടിക്കാൻ പറ്റുന്നത് ഉള്ളത്. ഒരു സെക്കൻഡിൽ 16 ഫ്രെയിംസ് വരെയും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന SLR ക്യാമറകളും മിറർലെസ്സൊക്കെയാണ് ഉള്ളത്. എന്നാൽ ഇതിനകത്ത് 30 ഫോട്ടോസ്, അതായത് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് പോലെ ബാക്ക് ടു ബാക്ക് കണ്ടിന്യൂസ് 30 ഫ്രെയിംസ് ഷൂട്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വരും, ഇത് ഹൈ റെസൊല്യൂഷൻ വീഡിയോ എടുക്കാൻ, അങ്ങനെയാണെങ്കിൽ റോ വീഡിയോ എടുക്കാൻ ഇത് നല്ലതല്ലേ എന്നുള്ളത്. പക്ഷേ ഏതൊരു ക്യാമറക്കും അതിൻ്റെ ഒരു എത്ര ഫ്രെയിം വരെ ഷൂട്ട് ചെയ്യാം എന്നുള്ള ഒരു പരിമിതി ഉണ്ടാവും, ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഒരു റോ വീഡിയോ എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. എങ്കിലും ചിലപ്പോൾ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ ഒക്കെയുള്ള റോ വീഡിയോസ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 30 ഫ്രെയിമുകൾ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറയിൽ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുന്ന ഇലക്ട്രോണിക് ഷട്ടറുകളാണ്. ഇലക്ട്രോണിക് ഷട്ടറുകളും മെക്കാനിക്കൽ ഷട്ടറുകളും എന്താണ് എന്നറിയാത്തവർക്ക് കൂടുതൽ ഈ ചാനലിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ക്യാമറയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ ക്യാമറകളിലും തന്നെ ഇതിനകത്ത് ഡിജിറ്റൽ സെൻസറുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സെൻസറുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഐ കൺട്രോൾഡ് ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് EOS R3യിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ കൃഷ്ണമണിയുടെ ചലനത്തിനനുസരിച്ച് ഓട്ടോ ഫോക്കസിൻ്റെ ഫോക്കസ് പോയിൻറ്റ്സ് മാറുന്ന ഒരു സിസ്റ്റമാണിത്. അതാണ് ഈ ഒരു ക്യാമറയിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ EOS R3 വരുന്നത് കമ്പൈൻഡ് ആയിട്ടുള്ള ബാറ്ററി ഗ്രിപ്പ് അടക്കമാണ്. അപ്പോൾ ഏത് സൈഡിൽ ഷൂട്ട് ചെയ്യുന്നവർക്കും അതുപോലെ അതിൻ്റെ ഹെവി സൈസൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഫോട്ടോഷൂട്ടിൽ. പക്ഷേ നമുക്കൊക്കെ അറിയേണ്ടത് ക്യാനൻ്റെ ബാറ്ററി ലൈഫ്, ഇപ്പോൾ ഉള്ള ബാറ്ററികളിൽ നിന്നും കപ്പാസിറ്റി കൂടിയ ബാറ്ററി ആണോ ഇതിനായിട്ട് ക്യാനൻ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും ഈ ക്യാമറ എത്ര മെഗാ പിക്സലാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ടും ഈ ക്യാമറ എത്ര മെഗാ പിക്സലാണ് എന്നുള്ള വിവരം ഇതുവരെയും എനിക്ക് ലഭിച്ചിട്ടില്ല. അതറിയുന്നവർക്ക് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് EOS R3യെ കുറിച്ചുള്ള വിശേഷങ്ങളെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഒട്ടുമിക്ക പ്രൊഫഷണൽസും ടോപ്പ് ലെവൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്യാനൻ്റെ 1DX Mark III എന്നുള്ള ക്യാമറയാണ്. അതാണ് ഇന്നുള്ളതിൽ ക്യാനൻ്റെ ടോപ്പ് ലെവൽ ഹൈ എൻഡ് ക്യാമറ. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും ഫിലിം യുഗത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ F സീരീസിൽ ക്യാനൻ കൊണ്ടുപോയിട്ട് അവസാനം നിർത്തിയിരിക്കുന്നത് F1 എന്ന ഒരു മോഡലിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഡിജിറ്റൽ എന്ന D സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ പല മോഡൽസിലും വന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വന്ന് നിൽക്കുന്നത് 1DX Mark III ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ക്യാനൺ മിറർലെസ് എന്ന ഈ സീരീസിൽ ഇതിൻ്റെ EOS R5നേക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് R3 ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നത്. ഇനി അതിനേക്കാളും ഏറ്റവും ടോപ്പ് ലെവലിലായിട്ട് EOS R1 എന്ന ഒരു മോഡൽ ഉടൻ തന്നെ ക്യാനൺ പ്രഖ്യാപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു സീരീസിൽ, മിറർലെസ് സീരീസിൽ അവരുടെ ഒത്തിരി ക്യാമറകൾ ക്യൂവിലുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഓരോന്നായിട്ട് എൻട്രി ലെവൽ മുതൽ ഹൈ ആൻഡ് ടോപ്പ് മോഡൽ വരെ വരുന്നതിനിടയിൽ നമുക്കൊരു ദിവസം കേൾക്കാം ക്യാനൻ്റെ EOS R1 വരുന്നു, ഇനി മുതൽ EOS 1DX Mark IIIയേക്കാളും വളരെ നല്ല നിലവാരമുള്ള EOS R1 വരുന്നു എന്നുള്ള വാർത്ത
വാർത്തകൾ നമുക്ക് ഉടൻ തന്നെ കേൾക്കാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ക്യാമറയെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനലിൻ്റെ പ്രൊമോഷൻ നിങ്ങളുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഞാനിവിടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഈ ചാനൽ പരമാവധി ഷെയർ ചെയ്യുക. ഇപ്പോൾ 24,000 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു അതിൻ്റെ ഡബിൾ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ ചാനലിനെ കുറിച്ച് ഒരു വിവരം നൽകുക. അതുപോലെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. പതിവ് പോലെ ഞാൻ നിങ്ങളോടൊപ്പം റഷീദ് തായലാർ.